ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ജയിക്കുന്നത്? വലിയ പ്രസംഗങ്ങൾ കൊണ്ടോ വാഗ്ദാനങ്ങൾ കൊണ്ടോ ആണോ? ഏയ് അല്ല. ഓരോ മണ്ഡലത്തെയും അവിടുത്തെ ഓരോ മനുഷ്യനെയും സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് താനൂരിനെക്കുറിച്ചാണ്. വെറും 985 വോട്ടുകൾക്ക് മാത്രം വിധി നിർണയിക്കപ്പെട്ട ഒരു മണ്ഡലം. ഇത് വെറുമൊരു കണക്കിന്റെ കളിയല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയും അവരുടെ ആവശ്യങ്ങളെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ്. നമുക്ക് തുടങ്ങാം. 985. ഇതൊരു വെറും നമ്പറല്ല. 2021 താനൂർ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും തമ്മിലുള്ള ദൂരമായിരുന്നു ഇത്. ഇത്രയും ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓരോ ചെറിയ പരാതിയും, നടക്കാതെ പോയ ഓരോ വാഗ്ദാനവും എല്ലാം നിർണായകമാകും. ഇവിടെ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ വില സാധാരണക്കാരന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കാണ്. അപ്പോ ഈ 985 എന്ന സംഖ്യയുടെ പിന്നിലുള്ള യഥാർത്ഥ കഥയെന്താണ്? നമുക്ക് താനൂർ എന്ന ആ തീരദേശ മണ്ഡലത്തിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. അവിടുത്തെ ആളുകളെയും അവരുടെ സമ്മർദ്ദങ്ങളെയും ആ നാടിന്റെ തുടിപ്പുകളെയും അടുത്തറിയാൻ. മലപ്പുറം ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്ത്, അതാണ് താനൂർ. ഇവിടെ ജനങ്ങളുടെ ജീവിതം കടലുമായി അത്രമാത്രം കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. അവരുടെ ഉപജീവനത്തിലും സംസ്കാരത്തിലുമെല്ലാം ആ കടലിന്റെ സ്വാധീനം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇനി അവിടുത്തെ ജനസംഖ്യയുടെ ഒരു കണക്ക് നോക്കിയാലോ? ഏകദേശം 85 മുതൽ 88% വരെ മുസ്ലിം സമുദായക്കാരാണ്. പിന്നെ ഒരു 11-14% ഹിന്ദുക്കളും. ബാക്കിയുള്ളവരൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒന്നോർക്കണം, കളി നടക്കുന്നത് 985 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോ ഈ ചെറിയ ശതമാനം വോട്ടുകൾക്ക് പോലും ആര് ജയിക്കണം, ആര് തോൽക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. താനൂരിന്റെ സാമ്പത്തികാവസ്ഥയെ താങ്ങി നിർത്തുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1. തീർച്ചയായും മത്സ്യബന്ധനം. 2. ഗൾഫിൽ നിന്നുള്ള പണം. 3. തെങ്ങും കയറും പോലെയുള്ള ചെറിയ കൃഷികൾ. ഇതിൽ ഈ ഗൾഫ് പണം ഒരു വലിയ ശക്തിയാണ്. പക്ഷേ അതേസമയം തന്നെ അതൊരു വലിയ ദുർബലത കൂടിയാണ്. ഇവിടെയാണ് നമ്മൾ താനൂരിലെ ഒരു വലിയ വൈരുദ്ധ്യം കാണുന്നത്. ഒരു വശത്ത് സാക്ഷരതയുടെ കണക്ക് നോക്കിയാൽ 91% വരും, നല്ല വിദ്യാഭ്യാസം. പക്ഷേ മറുവശത്തോ ചെറുപ്പക്കാർക്ക് ജോലിയുമില്ല. കേരളത്തിലെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 30%. പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു നിരാശയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അപ്പോ ജനങ്ങൾക്കിടയിൽ ഈയൊരു അതൃപ്തി പുകയുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഈ അസംതൃപ്തിയുടെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ കണക്കൊന്ന് നോക്കൂ. ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണിത്. കോവിഡിന് ശേഷം ഗൾഫിൽ നിന്ന് തിരിച്ചുവന്നവരിൽ 71% പേർക്കും ഇപ്പോഴും ഒരു ജോലിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുടുംബത്തിന്റെ പ്രധാന വരുമാനം ഒറ്റയടിക്ക് നിലയ്ക്കുമ്പോഴുള്ള അവസ്ഥ. അതിന്റെ കൂടെയാണ് വിലക്കയറ്റം. കേരളത്തിലെ പണപ്പെരുപ്പം 7.3%. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്ന്. ഇത് സാധാരണക്കാരന്റെ അടുക്കളാ ബജറ്റ് ആകെ താളം തെറ്റിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. എല്ലാ ദിവസവും അവർ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ താനൂരുകാരന്റെ വാക്കുകളാണ്. ഒരു അസുഖം വന്നാൽ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഓടണം. ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ MRI മെഷീൻ കേടായിട്ട് കാലം കുറയായി. ഇത് വെറുമൊരു മെഷീന്റെ കാര്യമല്ല, ജനങ്ങളുടെ ജീവന്റെ കാര്യമാണ്. താനൂരിലെ ഓരോ പഞ്ചായത്തിലും പ്രശ്നങ്ങൾക്ക് ഓരോ മുഖമാണ്. ടൗണിൽ ചെന്നാൽ കുടിവെള്ള പ്രശ്നം ഓടെ നിറയുന്നത്. നിരാമാരദൂരിൽ പോയാൽ ബസ് കിട്ടാനില്ല, ഡോക്ടർമാരില്ല. താനാളൂരിലെ റോഡിന്റെ കാര്യം പിന്നെ പറയണ്ട. ഒഴൂരിൽ കുടിവെള്ളത്തിൽ ഉപ്പിന്റെ അംശം. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും ജനങ്ങൾ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ദിവസവും സഹിക്കുന്നത്. പൊതുജീവിതത്തിന്റെ കാതലെന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അന്തസ്സാണ്. കുടിവെള്ളം, ആരോഗ്യം, നല്ല റോഡ്, ഇതൊക്കെ ഒരു പൗരന്റെ അവകാശമാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങൾ കേൾക്കുകയും അതിന് അടിയന്തരമായി പരിഹാരം കാണുകയും ചെയ്യുമ്പോഴാണ് ഭരണം ശരിയായ അർത്ഥത്തിൽ ജനങ്ങളുടേതാകുന്നത്. ഇത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു പ്രധാന മൂല്യം കൂടിയാണ്. ശരി, ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയ മുന്നണികൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ അവർ എങ്ങനെയാണ് കരുക്കൾ നീക്കുന്നത്? ഇപ്പോഴത്തെ MLAയുടെ കാര്യമെടുക്കാം. അദ്ദേഹത്തിന്റെ ശക്തി എന്തൊക്കെയാണ്? ഒരു മന്ത്രിയാണ്, മണ്ഡലത്തിൽ സജീവമാണ്, ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണയുണ്ട്. പക്ഷെ ദൗർബല്യങ്ങളോ? ആ 985 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം തന്നെ ഏറ്റവും വലുത്. പിന്നെ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ. ഈ ദൗർബല്യങ്ങൾ തന്നെയാണ് എതിരാളികൾക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ രാഷ്ട്രീയത്തിലെ പല തന്ത്രങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഈ ചതുർമുഖ സിദ്ധാന്തം. ഇതിന് 4 മുഖങ്ങളുണ്ട്, 4 സമീപനങ്ങൾ. 1. ശിവനെപ്പോലെ
ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ, അതായത് വെള്ളം, വിലക്കയറ്റം, റോഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായി ആക്രമിക്കുക. 2. വിഷ്ണുവിനെപ്പോലെ ഞങ്ങൾ വന്നാലെല്ലാം ശരിയാകും, സമാധാനവും സ്ഥിരതയും ഉണ്ടാകുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. 3. ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. 4. ദുർഗയെപ്പോലെ ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്, ന്യൂനപക്ഷങ്ങളുടെയും ദുർബലരുടെയും പരിചയാണ് എന്ന് ഉറപ്പു നൽകുക. ഓക്കെ, ഇതൊക്കെ തിയറിയാണ്. ഇത് പ്രായോഗികമായി എങ്ങനെയാണ് താനൂർ പോലൊരു മണ്ഡലത്തിൽ വിജയമാക്കി മാറ്റാൻ കഴിയുക? ജനങ്ങളുടെ പരാതികളെ എങ്ങനെ വോട്ടാക്കി മാറ്റാം? ഇവിടെയാണ് കൃത്യമായ ആക്ഷൻ പ്ലാനിന്റെ പ്രാധാന്യം. ജനങ്ങളുടെ ഏറ്റവും വലിയ 3 പ്രശ്നങ്ങൾ എടുക്കുക, അതിന് കൃത്യമായ പരിഹാരം വാഗ്ദാനം ചെയ്യുക. ഉദാഹരണത്തിന് കുടിവെള്ളക്ഷാമം. അതിന് പരിഹാരമായി പെട്ടെന്നൊരു പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങുമെന്ന് പറയുക. കേടായ MRI മെഷീൻ പുതിയത് സ്ഥാപിക്കും. മോശം റോഡുകൾ, പ്രധാനപ്പെട്ട പാലം പണി ഉടൻ ഉദ്ഘാടനം ചെയ്യും. ഇങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇങ്ങനെ പൊതുനന്മയ്ക്കായി ഡേറ്റ ശേഖരിക്കുമ്പോൾ അതാരുടെ വിവരങ്ങളാണോ അവരുടെ സമ്മതം വാങ്ങിയിരിക്കണം. എന്താവശ്യത്തിനാണ് ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അവരെ അറിയിക്കുകയും വേണം. ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോ നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. വെറും 985 വോട്ടുകൾക്ക് ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ എന്താണ് കൂടുതൽ പ്രാധാന്യം? ഒരു വലിയ രാഷ്ട്രീയ വാഗ്ദാനമോ അതോ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയോ? യഥാർത്ഥ രാഷ്ട്രീയം എവിടെയാണ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട സമയമായി. നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ജനകീയനായ ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയം ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി.